ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ആഴ്ച നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. എന്താണ് യൂണിവേഴ്സ് അടുത്ത ആഴ്ച നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് എംപറർ കാർഡാണ്. എംപറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് മെയിൽ പ്രസൻസ്, കുറച്ച് കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പുരുഷന്റെ സാന്നിധ്യം, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ സഹോദരനായിരിക്കാം. പിന്നെ ജീവിതത്തിൽ പൊതുവെ ഒരു ഘടനാപരമായി ഒരു മാറ്റം, കുറച്ചും കൂടി നിങ്ങളൊന്ന് ഓർഗനൈസ്ഡ് ആവാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് അടുത്ത കാർഡുകൾ നോക്കാം. കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. എംപററും കിങ് ഓഫ് വാൻസ്. കിങ് ഓഫ് വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഒരു ടീം എന്ന നിലയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുള്ള ആക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു വളരെ ഈ അടുത്ത് ഒരു ഫാസ്റ്റ് എനർജി ആയിട്ട് കാണുന്നത്, കാരണം മുന്നത്തെ 2 കാർഡ് വളരെ നല്ലതായിരുന്നു. ഒരു പെയിൻഫുൾ എന്തോ ഒരു കാര്യത്തിൽ വളരെ വേദനാജനകമായ ഒരു എൻഡിങ് ചിലർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ട സമയമായി, മുന്നോട്ട് പോകേണ്ട സമയമായി എന്നാണ് പറയുന്നത്. ഈ എൻഡിങ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ റോക്ക് ബോട്ടം ടച്ച് ചെയ്യാന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത്രയും ഒരു ബുദ്ധിമുട്ടിലെത്തിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പ് തകർച്ചയായിരിക്കും ചിലർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അടുത്ത കാലത്ത് ഒരു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷന്റെ വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിനൊക്കെ അത് വിട്ട് മുന്നേറാനുള്ള ശക്തി നിങ്ങൾക്ക് വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സമയം മാറി വരികയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അവസാനിച്ച് കാലചക്രം തിരിയാന്ന് പറയില്ലേ, അതുപോലെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കുള്ള ഒരു സമയമായി. അതുകൊണ്ടാണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പലതും നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. അതെല്ലാതും സന്തോഷത്തോടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് കാലത്തിന്റെ നിയമമാണ്. അപ്പൊ നമ്മൾ അതിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. സിക്സ് ഓഫ് കപ്സ് ആണ്. പാസ്റ്റിനെ കുറിച്ച് ഓർമ്മകൾ വരുന്നുണ്ട് നിങ്ങൾക്ക്. നൊസ്റ്റാൾജിക് ആണ്. കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ഓർത്ത്, അതിൽ സന്തോഷങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് സുഹൃത്തുക്കളെ ആരെങ്കിലും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ചെറുപ്പകാലത്ത് ഒരുമിച്ച് പഠിച്ചിരുന്നതോ അങ്ങനെ ആരെങ്കിലും ആയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്.